ഹലോ എവരിവൺ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ട്രാക്ക്. സോ ജൂനിയർ അക്കൗണ്ടിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള നോട്ടിഫിക്കേഷനായി. പ്രിപ്പറേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങളുടെ പ്രിപ്പറേഷനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക് ഏരിയയാണ് നമ്മൾ വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. ടോപ്പിക് ഇതാണ്: BSE ആൻഡ് NSE, ഇന്ത്യയിലെ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഏതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് നമുക്ക് കാണാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദാറ്റ് ഈസ് BSE, ആൻഡ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE. ഇത് രണ്ടും റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? ഇത് രണ്ടും റെഗുലേറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്, SEBI ആണ്. ആൻഡ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ മേജർ റെഗുലേറ്ററി ആയിട്ടുള്ള SEBI. ഓക്കെ, അവരാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്, ഓർത്തേക്കുക. ഇനി അതിൽ ഒന്നാമത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്ക് എടുക്കാം. ഒന്ന് ബ്രീഫ്ലി സമ്മറി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പോകാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് BSE പറ്റിയാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫുൾ നെയിം എന്താണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്നുള്ളതാണ് കമ്പനിയുടെ പേര്. എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1875 വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഏഷ്യയിലെ തന്നെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 1875 ക്രിയേറ്റ് ചെയ്യുന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബോംബെയിലാണ്, മുംബൈയിലാണ്. ദെൻ റെക്കഗ്നിഷൻ: ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെക്കഗ്നൈസ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1956 ACRA ആക്ട് എന്ന് പറയും. സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റീസ് കൺവേർഷനുമായി ബന്ധപ്പെട്ട ആക്റ്റാണ്. അത് പ്രകാരമാണ് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ റെക്കഗ്നൈസ് ചെയ്തത്. 1956 തന്നെ റെക്കഗ്നൈസ് ചെയ്തു. ആൻഡ് ഓണർഷിപ്പ് ഡീമ്യൂച്വലൈസ്ഡ് ആൻഡ് കോർപ്പറേറ്റൈസ്ഡ് ഇൻ 2005. 2005 വരെ ഇതൊരു നോൺ പ്രോഫിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലുള്ളൊരു എൻറ്റിറ്റി ആയിരുന്നു. 2005 നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റിയെ ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റി ആക്കി മാറ്റി. അതായത് പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു ബോഡി എന്നുള്ള രീതി തന്നെയാണ് ഇപ്പോൾ BSE ആക്ട് ചെയ്യുന്നത്. ഓക്കെ, 2005 ആ കൺവേർഷൻ നടക്കുന്നത്. ഓർക്കുക. സോ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് ചില കൺസെപ്റ്റുകളാണ് നമ്മളോട് പറഞ്ഞത്. ഇനി അവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഏതാണ്? BSEയുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആണ് സെൻസെക്സ്. സെൻസെക്സ് ലോഞ്ച് ചെയ്യുന്നത് 1986. ഓക്കെ, സോ സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നുള്ളതാണ് സെൻസെക്സിൻ്റെ ഫുൾ ഫോം. ലോഞ്ച് ചെയ്തത് 1986. ഇൻഡെക്സ് കോമ്പോസിഷൻ സെൻസെക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത് 30 ഫിനാൻഷ്യലി സൗണ്ട് ആൻഡ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസ് ലിസ്റ്റഡ് ഇൻ BSE. BSEയുടെ കീഴിൽ വരുന്ന ഏറ്റവും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന 30 കമ്പനി, അവരുടെ സ്റ്റോക്കുകൾ എടുത്തിട്ട് ആ വേരിയേഷനാണ് സെൻസെക്സിൽ വരുന്നത്. ഓക്കെ, ആ സ്റ്റോക്ക് പ്രൈസിലുള്ള വേരിയേഷനാണ് സെൻസെക്സ് കാണിച്ചു തരുന്നത്. ദെൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ബോൾട്ട് എന്ന് പറയും. BSE ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റമാണ് ബോൾട്ട്. അതിലാണ് ട്രേഡിംഗ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. സെറ്റിൽമെൻറ്റ് സൈക്കിൾ ഇന്ത്യയിൽ ഇപ്പോൾ കോമൺലി ആയിട്ട് ഫോളോ ചെയ്യുന്ന സെറ്റിൽമെൻറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് T+1 ആണ്. അതായത് ട്രാൻസാക്ഷൻ ഹാപ്പൻ ചെയ്യുന്നു +1, നെക്സ്റ്റ് ഡേ സെറ്റിൽമെൻറ്റ് ഹാപ്പൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ലിസ്റ്റഡ് കമ്പനീസ് BSEയുടെ കീഴിൽ ഏകദേശം 5000-ൽ കൂടുതൽ കമ്പനീസ് ലിസ്റ്റഡ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE ആണ്. ദെൻ മാർക്കറ്റ് ടൈപ്പ് ഇക്വിറ്റി, ഡെറ്റ്, ഡെറിവേറ്റീവ്സ്, മ്യൂച്വൽ ഫണ്ട് പോലുള്ള പല ഇൻസ്ട്രുമെൻറ്റും ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. റെഗുലേറ്റർ SEBI ആണ്. ആൻഡ് ഡെപ്പോസിറ്ററി ലിങ്ക്സ്, ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത് NSDL-ഉം CSDL-ഉമാണ്. അവർ രണ്ടുപേരുമാണ് ഡീമെറ്റലൈസ്ഡ് സെക്യൂരിറ്റീസ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ BSEയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. BSEയിൽ സെൻസെക്സ് ആണ് അതിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞു. ഇൻഡെക്സ് ലോഞ്ച് ചെയ്തത് 1986. ബേസ് ഇയർ 1978-79 ആ ടൈം പീരീഡിനെ ബേസ് ഇയർ ആക്കി വെച്ചിട്ടാണ് ഇൻഡെക്സിൻ്റെ ലോഞ്ചിങ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ബേസ് വാല്യൂ, അന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 100 വാല്യൂ ആണ് ആ ഇൻഡെക്സിന് വരുന്നത്. ദെൻ അതിൽ നിന്നും കയറി വരുന്ന രീതിയിൽ അത് മാർക്കറ്റ് വളരുന്നതിനനുസരിച്ച് ഈ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് മാറുന്നതിനനുസരിച്ച് ഇൻഡെക്സ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ സെൻസെക്സ് എത്രയാണ്? 25,000 ആണെങ്കിൽ അന്നത്തെ വാല്യൂ എന്ന് പറയുന്നതിന് 100 ആയിരുന്നു. ദെൻ കോമ്പോസിഷൻ 30 ലാർജ് ആക്റ്റീവ്ലി ട്രേഡഡ് കമ്പനീസ് റെപ്രസെൻറ്റ് ഇൻ ദി മേജർ സെക്ടർ. ഇന്ത്യയിലെ മേജർ സെക്ടേഴ്സിനെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് 30 കമ്പനികൾ എടുത്തിട്ടാണ് ഈ ഒരു സെൻസെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ കാൽക്കുലേഷൻ മെത്തേഡ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണ്. ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റീസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്രീ ആണ്, ഗവൺമെൻറ് അതിനകത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്നില്ല. ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് സെക്യൂരിറ്റി പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന രീതിയിലാണ് ഈ മാർക്കറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. പർപ്പസ് റിഫ്ലക്ട്സ് ഓവറോൾ പെർഫോമൻസ് ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. അതായത് സെൻസെക്സിലുള്ള മൂവ്മെൻറ്റ് എന്താ കാണിക്കുന്നത്? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണോ അതോ താഴോട്ടാണോ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യും. ബിക്കോസ് ഇന്ത്യയിലെ മേജർ സെക്ടേഴ്സിലുള്ള ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള 30 കമ്പനികളുടെ മൂവ്മെൻറ്റാണ് സെൻസെക്സ് എടുത്തു കാണിക്കുന്നത്.
ദെൻ എക്സാമ്പിൾ കമ്പനീസ് ആർ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇൻഫോസിസ്, HDFC ബാങ്ക്, TCS, ITA, ഇതൊക്കെ ITC ഇവയൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? ഇവയെല്ലാം സെൻസെക്സിൻ്റെ ഭാഗമാണ്. ഓക്കെ, സോ സെൻസെക്സ് എന്ന് പറയുന്നത് ഇഫ് സെൻസെക്സ് റൈസസ് ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ഈസ് പോസിറ്റീവ്, ഇറ്റ് ഫോൾസ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ഈസ് നെഗറ്റീവ്. ഇതാണ് സിമ്പിൾ കൺസെപ്റ്റ്. നമ്മളിപ്പോൾ സെൻസെക്സ് വളരുന്നതിനനുസരിച്ച് എന്ത് പറയാം? മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് പോസിറ്റീവാണ്, ബൈങ് സ്കോപ്പ് ഉണ്ട്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. സെൻസെക്സ് താഴോട്ട് പോവുകയാണെങ്കിൽ നെഗറ്റീവാണെന്നും പറയാം. ഓക്കെ, അതാണ് BSEയുടെ ഇൻഡെക്സിനെ പറ്റി പറയാനുള്ളത്. BSEയുടെ മേജർ കോൺട്രിബ്യൂഷൻസ് പറയുകയാണെങ്കിൽ പയനിയർ ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ നോംസ്. ഇപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ് ഒക്കെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ BSE ആണ്. ദെൻ ഫസ്റ്റ് എക്സ്ചേഞ്ച് ടു ഇൻട്രൊഡ്യൂസ് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ. ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ആദ്യമായിട്ട് വരുന്നത് 2000-ലാണ്. അത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് BSE ആണ്. ദെൻ ഓപ്പറേറ്റ്സ് ഇന്ത്യാസ് ലാർജസ്റ്റ് SME എക്സ്ചേഞ്ച്, സ്മോൾ മീഡിയം എൻ്റർപ്രൈസുമായി ബന്ധപ്പെട്ട ഏറ്റവും ലാർജസ്റ്റ് എക്സ്ചേഞ്ച് എന്നുള്ള രീതിയിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്, BSE SME. ദെൻ ഇൻട്രൊഡ്യൂസ്ഡ് BSE സ്റ്റാർ മ്യൂച്വൽ ഫണ്ട് പ്ലാറ്റ്ഫോം ഫോർ ഓൺലൈൻ മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷൻ. അതോടൊപ്പം ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് പ്ലാറ്റ്ഫോമാണ് BSE സ്റ്റാർ മ്യൂച്വൽ ഫണ്ട് പ്ലാറ്റ്ഫോം. ഓക്കെ, സോ മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി BSEയുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് BSE സ്റ്റാർ മ്യൂച്വൽ ഫണ്ട് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ BSEയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ എക്സാമിനേഷൻ ഏതാണ്ട് അടുത്തെത്തി കഴിഞ്ഞു, റൈറ്റ്? നോട്ടിഫിക്കേഷൻ വന്നു, ഇനി പെട്ടെന്ന് തന്നെ എക്സാം ഉണ്ടാകും. പ്രിപ്പറേഷൻ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ കേരള PSEയുടെ ജൂനിയർ അസിസ്റ്റൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള ആഗ്രഹവുമായിട്ടാണ് എല്ലാവരും മുന്നോട്ട് നിൽക്കുന്നത്, റൈറ്റ്? അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മളുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, സ്റ്റുഡിയോ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതോടൊപ്പം തന്നെ മെറ്റീരിയൽസ്, ദെൻ റെഗുലർ ആയിട്ടുള്ള MCQs ഉൾപ്പെടെ കിട്ടുന്ന ഒരു കോംപ്രിഹെൻസീവ് ബാച്ചാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഓഫർ ചെയ്യുന്നത്. കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ NSEയിലേക്ക് പോകുന്നു. സോ BSEയുമായി ബന്ധപ്പെട്ട മേജർ കൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞു. അടുത്തത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഒന്ന് സമ്മപ്പ് ചെയ്യാം. എന്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ നെയിം. എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1992-ലാണ്. BSE ഓൾഡസ്റ്റ് ആണ്. NSE 1992 ക്രിയേറ്റ് ചെയ്തതാണ്. കമ്മൻസ്ഡ് ഓപ്പറേഷൻസ് 1994 തൊട്ടാണ് ഇക്വിറ്റി സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൊമോട്ടഡ് ബൈ ലീഡിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് IDBI, LIC, SBI ആൻഡ് അതേഴ്സ്. ഇവരാണ് പ്രധാന പ്രൊമോട്ടേഴ്സ്. ഇവർ ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കമ്പനി നിലവിൽ വന്നിരിക്കുന്നത്. ദെൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ്. NSEയുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് NEAT ആണ്. നാഷണൽ എക്സ്ചേഞ്ച് ഓഫ് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് എന്നാണ് NEAT പ്ലാറ്റ്ഫോം അറിയപ്പെടുന്നത്. BSEയുടെ ബോൾട്ടാണ്. രണ്ടിൻ്റെയും കൃത്യമായിട്ട് ഓർക്കുക. BSEയുടെ ബോൾട്ട് പ്ലാറ്റ്ഫോമും NSEയുടെ NEAT പ്ലാറ്റ്ഫോമുമാണ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. സെറ്റിൽമെൻറ്റ് സൈക്കിൾ ഇന്ത്യയിൽ മൊത്തമായിട്ട് ഇപ്പോൾ യൂണിഫോം സെറ്റിൽമെൻറ്റ് സൈക്കിളാണ് ഫോളോ ചെയ്യുന്നത്. T+1 എന്നുള്ള സെറ്റിൽമെൻറ്റ് സൈക്കിളാണ് വരുന്നത്. മാർക്കറ്റ് സെഗ്മെൻറ്റ് വരുന്നത് ഇക്വിറ്റി, ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഡെറിവേറ്റീവ്സ്, കറൻസി ഡെറിവേറ്റീവ്സ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് NSEയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. റെഗുലേറ്റർ SEBI ആണ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ റെഗുലേറ്റർ എന്നുള്ള രീതിയിൽ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെയും മേജർ റെഗുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് SEBI തന്നെയാണ്. ദെൻ മേജർ ഇൻഡെക്സ് Nifty 50 ആണ്. സോ NSEയുടെ മേജർ ഇൻഡെക്സ് Nifty 50 ആണ്. വേറാസ് BSEയുടെ സെൻസെക്സ് ആണ്. രണ്ടും ഓർത്തേക്കുക. Nifty 50 ലോഞ്ച് ചെയ്തത് 1996-ലാണ്. ബേസ് ഇയർ 1995. 1995-ലെ ബേസ് വാല്യൂ ആയിട്ട് ഫിക്സ് ചെയ്തിരുന്നത് 1000 ആണ്. NSEയുടെയും എല്ലാം ഓർക്കുക. NSE 1986 ആണ്. ബേസ് ഇയർ 78 ആണ്. അതിൻ്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആയിരുന്നു. ഇവിടെ അത് 1000 ആണ്. നമ്പർ ഓഫ് സ്റ്റോക്ക് വരുന്നത് 50 ആണ്. അവിടെ അത് 30 ആയിരുന്നു, റൈറ്റ്? സോ കാൽക്കുലേഷൻ മെത്തേഡ് ഫ്രീ ഫ്ലോട്ട്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ സെയിം മെത്തേഡ്, ഫ്രീ ഫ്ലോട്ട് ആണ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ആക്ട് ചെയ്യുന്നത്. സെക്ടർ കവറേജ് ബാങ്കിങ്, IT, FMCG, ഓയിൽ ആൻഡ് ഗ്യാസ്, ഫാർമ തുടങ്ങി പല സെക്ടേഴ്സിൽ നിന്ന് വരുന്ന 50 കമ്പനികൾ എടുത്തുകൊണ്ടാണ് ഈ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. പർപ്പസ് ആക്ട് ആസ് എ ബെഞ്ച് മാർക്ക് ഫോർ പോർട്ട്ഫോളിയോ ആൻഡ് മ്യൂച്വൽ ഫണ്ട് പെർഫോമൻസ്. സോ പോർട്ട്ഫോളിയോ മൂവ്മെൻറ്റ് മനസ്സിലാക്കാനും മ്യൂച്വൽ ഫണ്ട് പെർഫോമൻസിനും ഒക്കെ ഉള്ളൊരു ബെഞ്ച് മാർക്ക്. ഇതിലുള്ള മൂവ്മെൻറ്റ് അനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഷെയർസ് മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലുള്ള ഗെയിൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതർ NSE ഇൻഡൈസസ് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ Nifty 30 കൂടാതെ, Nifty 50 കൂടാതെ മറ്റ് ചില ഇൻഡൈസസ് കൂടിയുണ്ട്. ലൈക്ക് Nifty Next 50, അതേപോലെ Nifty Mid Cap 150, Nifty Bank, Nifty IT, Nifty Auto തുടങ്ങി പല ഇൻഡൈസുകളും നിഫ്റ്റിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്, NSEയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്.
NSEയുടെ കീ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ വിത്ത് നാഷണൽ വൈഡ് ഇലക്ട്രോണിക് ട്രേഡിംഗ് പൂർണ്ണമായിട്ടും ഇന്ത്യ മൊത്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് NSE ആയിരുന്നു. ദെൻ പയനിയേർഡ് ഇൻ്റർനെറ്റ് ബേസ്ഡ് ട്രേഡിംഗ് ഫോർ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. ആസ് വി സെഡ്, ഇലക്ട്രോണിക് ട്രേഡിംഗ് ആദ്യമായിട്ട് കൊണ്ടുവരികയും ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് ഏറ്റവും കൂടുതൽ ബെറ്റർ വേയിൽ പ്രൊവൈഡ് ചെയ്തതും NSE ആണ്. ഇൻട്രൊഡ്യൂസ്ഡ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് F&O ഇൻ 2000 ആദ്യമായിട്ട് ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ദെൻ ഓപ്പറേറ്റ്സ് ദി NSE IFSI ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെൻറ്റർ അറ്റ് ഗിഫ്റ്റ് സിറ്റി ഗുജറാത്തിൽ ഈ ഒരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് NSEയുടെ ഭാഗമായിട്ട്. ദെൻ ഓഫീസ് റോബസ്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ക്ലിയറിംഗ് ത്രൂ NSE ക്ലിയറിംഗ് ലിമിറ്റഡ്. മുമ്പ് അത് NSCCL എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അത് NSE ക്ലിയറിംഗ് ലിമിറ്റഡ് ആണ്. ക്ലിയറൻസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നുള്ള രീതിയിലാണ് അത് ആക്ട് ചെയ്യുന്നത്. സോ ഇവയൊക്കെയാണ് NSEയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയുള്ള ചില പോയിന്റുകൾ, അഡീഷണൽ പോയിന്റ് എന്നുള്ള രീതിയിൽ ഓർക്കുക. നൗ BSE NSE തമ്മിലൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് BSE വരുന്നത് 1875 എസ്റ്റാബ്ലിഷ് ചെയ്തത്. NSE എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1992 ഇൻഡെക്സ് BSEയുടെ സെൻസെക്സ് ആണ് 30 കമ്പനികളുടെ കോമ്പിനേഷനാണ് വരുന്നത്. NSEയുടെ മേജർ ഇൻഡെക്സ് എന്ന് പറയുന്നത് Nifty 50 ആണ്. 50 കമ്പനികളുടെ കോമ്പിനേഷനിലാണ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് ലിസ്റ്റഡ് കമ്പനീസ് BSEയിൽ 5000 കൂടുതൽ കമ്പനീസ് ലിസ്റ്റഡ് ആണ്. NSEയിൽ അറൗണ്ട് 2000 കമ്പനീസ് ആണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ബോൾട്ട് ആണ് BSEയുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. NSEയുടെ നീറ്റ് ആണ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. ഓണർഷിപ്പ് പബ്ലിക്ലി ലിസ്റ്റഡ് കമ്പനി എന്നുള്ള രീതിയിലാണ് BSE ആക്ട് ചെയ്യുന്നത്. NSE എന്ന് പറയുന്നത് പ്രൈവറ്റ്ലി ഹെൽഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പ്രൈവറ്റ്ലി ഹെൽഡ് ബൈ പ്രൊമോട്ടേഴ്സ് ഏതൊക്കെ കമ്പനികളാണെന്ന് നമ്മൾ കണ്ടു. അവർ ഹെൽഡ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് എൻറ്റിറ്റി എന്നുള്ള രീതിയിലാണ് NSE നിലനിൽക്കുന്നത്. ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ഇലക്ട്രോണിക് ട്രേഡിംഗ് BSEയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1995 ദെൻ NSE ഫുള്ളി ഇലക്ട്രോണിക് ആയിട്ടാണ് ഇൻസെപ്ഷൻ തൊട്ട് തന്നെ ആക്ട് ചെയ്യുന്നത്. ദെൻ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് ഇനീഷ്യലി BSEയിൽ ഡെറിവേറ്റീവ് സെഗ്മെൻ്റ് ഉണ്ട്. NSEയിൽ ഡോമിനൻ്റ് ആയിട്ടും F&O സെഗ്മെൻറ്റ് കൂടുതലായിട്ട് വരുന്നത് NSEയിലാണ്. ദെൻ മാർക്കറ്റ് ഷെയർ ഹിസ്റ്റോറിക്കലി ഹൈ ആണ്, സ്ട്രോങ് ഇൻ MS സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ്. വേറാസ് NSE ഡോമിനൻ്റ് ഇൻ ഇക്വിറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ് വോളിയം. ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏരിയയാണ്. BSE കൂടുതലായിട്ട് വരുന്നത് സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ഏരിയയിലും മ്യൂച്വൽ ഫണ്ടിലുമാണ്. NSE കൂടുതലായിട്ട് വരുന്നത് ഇക്വിറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ് വോളിയത്തിലാണ് കൂടുതൽ മാർക്കറ്റ് വരുന്നത്. സെറ്റിൽമെൻറ്റ് ഡേറ്റ് T+2. റെഗുലേറ്റർ SEBI ആണ് 2 കേസിലും വരുന്നത്. ഓക്കെ, 2 എക്സ്ചേഞ്ചുകളെ പറ്റി നമ്മൾ പറഞ്ഞു. BSEയും NSEയും എന്താണ്, NSEയെ പറ്റിയും BSEയെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തു. അതിൻ്റെ ഡിഫറൻസസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് റിലേറ്റഡ് ആയുള്ള ചില MCQസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹോൾഡ്സ് ദി ഡിസ്റ്റിങ്ഷൻ ഓഫ് ബീയിങ്. എന്താണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൺസെപ്റ്റ് പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ടത്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, ആ ഒരു ഡിസ്റ്റിങ്ഷനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുക. എനാക്ട് ചെയ്യപ്പെടുന്നത് 1875 ദി നേറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ആ ഒരു രീതിയിലാണ് അത് ക്രിയേറ്റ് ചെയ്തത്. ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. നൗ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദി ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. NSEയുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഏതാണ്? NSEയുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് Nifty 50 ആണ്. ഓക്കെ, 50 കമ്പനികളുടെ 50 പല ഇൻഡസ്ട്രീസ് വരുന്ന 50 കമ്പനികളുടെ കോമ്പിനേഷനായിട്ടാണ് Nifty 50 വരുന്നത്. അടുത്തത് ദി സെൻസെക്സ്, ദി ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഓഫ് BSE ഈസ് കോമ്പോസ്ഡ് ഓഫ് ഹൗ മെനി സ്റ്റോക്സ്? സെൻസെക്സിൻ്റെ ഭാഗമായിട്ട് എത്ര സ്റ്റോക്കുകളാണ് വരുന്നത്? 30 സ്റ്റോക്സ് ആണ് നമ്മൾ പറഞ്ഞു. 30 കമ്പനികൾ. ഓക്കെ, സോ 30 ലാർജ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഫിനാൻഷ്യലി സൗണ്ട് കമ്പനീസ് ആണ് ഈ പറയുന്ന സെൻസെക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അടുത്തത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വാസ് എ പയനിയർ ഇൻ ഇന്ത്യ ഫോർ ഇൻട്രൊഡ്യൂസിങ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏത് കാര്യമാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ട് നമുക്ക് പറയാവുന്നത്? ഇലക്ട്രോണിക് ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം, റൈറ്റ്? അതായത് നേഷൻ വൈഡ് ആയിട്ട് സ്ക്രീൻ ബേസ്ഡ് ഇലക്ട്രോണിക് ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് NSE ആണ്. ദെൻ ഒരു അസഷൻ റിസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. അസഷൻ പറയുന്നത് ദി BSE ഈസ് ഓഫൺ കൊളോക്കിയലി റെഫേർഡ് ടു ആസ് ദലാൽ സ്ട്രീറ്റ്. BSEയെ നമ്മൾ ദലാൽ സ്ട്രീറ്റ് എന്ന് കൂടി വിളിക്കാറുണ്ട്. റീസൺ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫിസിക്കൽ ബിൽഡിംഗ് ഈസ് ലൊക്കേറ്റഡ് ഓൺ എ സ്ട്രീറ്റ് നെയിംഡ് ദലാൽ സ്ട്രീറ്റ് ഇൻ മുംബൈ. 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ദലാൽ സ്ട്രീറ്റിലായതുകൊണ്ടാണ് ദലാൽ, ആ ബ്രോക്കർ എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് ദലാൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന ടേം തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്
ഇതിനെ നമ്മൾ ദലാൽ സ്ട്രീറ്റ് എന്ന് കൂടി BSE വിളിക്കാനുള്ള കാരണം. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സെഷനകത്ത് 2 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏരിയാസ് പറഞ്ഞു, BSE ആൻഡ് NSE. രണ്ടിനെയും കമ്പയർ ചെയ്തു, റിലേറ്റഡ് ആയുള്ള ചില MCQs കണ്ടു. ഐ ഹോപ്പ് പറഞ്ഞ ഏരിയ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ അറിയാൻ വേണ്ടി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എക്സാമിനേഷനിലേക്കുള്ള പ്രിപ്പറേഷൻ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി CCയുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നിങ്ങൾക്ക് കിട്ടും. ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. താങ്ക് യു എവരിവൺ. വീണ്ടും കാണാം. ബൈ.